ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലാണ് നമ്മൾ ഈ ഒരു പുഡിങ്ങിന് ആവശ്യമുള്ളത്. അതിൽ നിന്ന് 1/2 കപ്പ് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ടീന് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു പാലുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാലിലേക്ക് മിക്സ് ചെയ്തെടുത്ത കസ്റ്റേർഡ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈയെടുക്കാണ്ട് മിക്സ് ചെയ്തെടുക്കട്ടോ. കാരണം നമുക്കിത് കുറച്ചൊന്ന് തിക്കാവുന്നവരെ അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കസ്റ്റേർഡ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല തിക്കാക്കിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊരു ക്ലീനർ റാപ്പ് വെച്ചിട്ട് ഇത് പൊതിനതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഈ ഒരു ടൈം കൊണ്ട് റെഡിയാക്കട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിൻ്റെ മുകളിൽ സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു സോസാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ മതി. അപ്പോൾ അതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഡബിൾ ബോയിലിങ്ങിൻ്റെ വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാനിത് കുറേ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആക്കിയതാണ്. എന്നാലും ഞാനൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൽ ഒന്ന് വീഡിയോ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ പാനിൽ വെള്ളം നിറച്ചിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ഈ ഒരു പാന് ഇറക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം നമ്മൾ ആ ഒരു പുഡിംഗ് ട്രേൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതും നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ലെയർ നമുക്ക് ഇത് അങ്ങനെ ഒഴിച്ചു കൊടുക്കരുത്, ഇത് പതിയെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് വീണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പിസ്താച്ചി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ്ങാണിത്. പിന്നെ നമ്മളിത് എന്തായാലും ഓവർനൈറ്റ് വെക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പിറ്റേന്ന് നല്ല സെറ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മേലത്തത് കുറച്ച് ക്രീമി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്